പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുന്നതിനെ കുറിച്ചത്രേ. പൈശാചിക പീഡകളിൽ നിന്ന് വ്യക്തികളും കുടുംബങ്ങളും വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ബോഷ്ക്ക് ചിന്തകളും അവിവേക ചിന്തകളും ഉപേക്ഷിച്ച് വിശ്വാസ ബോധ്യങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവേ എൻ്റെ മേൽ അഭിഷേകം ചൊരിയണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അഭിഷേകം ചൊരിയണമേ. കുടുംബാംഗങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയണമേ. ഈ നിമിഷം ഈ വചന ശുശ്രൂഷകളിലേക്ക് പങ്കുചേരാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളും കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവമക്കൾക്ക് കൂട്ടം കൂട്ടമായി വചനം കേൾക്കാൻ, കുടുംബം കുടുംബമായി വചനം കേൾക്കാൻ, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ, വചനത്താൽ ശക്തി പ്രാപിപ്പാൻ, വചനത്താൽ അഭിഷേകം പ്രാപിപ്പാൻ ദൈവമേ ഇപ്പോൾ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ക്ഷീണിതരും രോഗികളും ദുഃഖിതരും ആകുലരും മനപ്രയാസങ്ങളിലും കണ്ണുനീരിലും സങ്കടത്തിലും ദുഃഖത്തിലും ഇരിക്കുന്നവരുമായ സകല ജനത്തിന്റെ മേലും ദൈവമായ കർത്താവിന്റെ പ്രത്യാശ ഉദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പരിശ്രമങ്ങളും ഫലപ്രാപ്തിയിലെത്താൻ അനിവാര്യമായ ഒരു ഘടകമാണ് പൈശാചിക പീഡയിൽ നിന്നുള്ള വിടുതൽ. പ്രൈസ് ദ ലോർഡ്. പൈശാചിക പീഡയിൽ നിന്നുള്ള വിടുതൽ. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിൽ അച്ഛന് ഈ കാര്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വളരെ വളരെ കുറവായിരുന്നു. എന്നാൽ ദീർഘമായ 12 വർഷത്തെ ശുശ്രൂഷകൾക്കിടയിൽ ഈ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വേണ്ടുവോളം ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ആ ബോധ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബം അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്നു. ആ കുടുംബം അവരുടെ അനുഭവം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ലെറ്ററിൽ നിന്ന് നേരിട്ട് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേര് സിനി. മലബാറിലുള്ള ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. 2006 ഏപ്രിൽ മാസത്തിൽ ഞാൻ ധ്യാനത്തിന് വന്നു. ആ ധ്യാനത്തിൽ വെച്ച് ബോധ്യമായി ഞാൻ ആരാണെന്നും എൻ്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നും. അന്ന് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കല്യാണം ഒന്ന് നടന്നു കിട്ടണം എന്നുള്ളതായിരുന്നു. എന്നാൽ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്ത് പൈശാചിക പീഡകളിൽ നിന്ന് എൻ്റെ കുടുംബത്തെ മോചിപ്പിച്ചു. ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇന്ന് വരെ ധ്യാനത്തിന് പോകാത്ത എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ധ്യാനത്തിന് പോകാൻ സന്മനസ്സുള്ളവരായി. അങ്ങനെ അവരും പോയി ധ്യാനം കൂടി. എൻ്റെ കല്യാണം നടക്കുന്നതിനേക്കാൾ എൻ്റെ അപ്പനും അമ്മയും ധ്യാനം കൂടുന്ന അത്ഭുത സംഭവമാണ് എൻ്റെ ധ്യാനത്തിന് ശേഷം ഞാൻ കണ്ടത്. അവർക്കും ധ്യാനത്തിൽ വെച്ച് നല്ല ബോധ്യങ്ങൾ കിട്ടി. അവരും ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചു. കുടുംബത്തിന് മേൽ അത്ഭുതകരമായി വിടുതലുണ്ടായി. അവർ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആങ്ങള 35 വയസ്സായി ഇതുവരെ കല്യാണം നടക്കാത്ത ആങ്ങള ധ്യാനം കൂടാൻ ഇടവന്നു. ധ്യാനത്തിൽ വെച്ച് ദൈവത്തെക്കുറിച്ചും വിടുതലിനെ കുറിച്ചും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാട് ലഭിച്ചു. ഡെലിവറൻസ് പ്രാർത്ഥന വഴി അദ്ദേഹത്തിന്റെ മേലുള്ള തിന്മകളും വിട്ടുമാറിപ്പോയി. അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ 35 വയസ്സായ എൻ്റെ ആങ്ങളയുടെ കല്യാണം മനോഹരമായി നടന്നു. പിന്നെ എൻ്റെ കല്യാണവും മനോഹരമായി നടന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബം വലിയ സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തിയുടെ ഒരു അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യം ഒരു പെൺകുട്ടി വന്ന് ധ്യാനം കൂടി. ബാക്കിയുള്ളവർക്ക് ധ്യാനത്തോടും പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കുടുംബം, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ആണുങ്ങൾക്ക് പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്തൊരു കുടുംബം. അപ്പോൾ ഈ പെൺകുട്ടി ധ്യാനം കൂടിയപ്പോൾ ഈ പെൺകുട്ടിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ച് തിന്മകൾ വിട്ടുപോയി, പൈശാചിക പീഡകൾ ഒഴിഞ്ഞുപോയി, ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവം കുട്ടിയുടെ മേൽ കടന്നു വന്നു. ആ കുട്ടി വീട്ടിൽ ചെന്നപ്പോൾ ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാന്നിധ്യത്തിന്റെയും ഫലമായും ആ കുടുംബത്തിൽ നിന്ന് അശുദ്ധാത്മാക്കളുടെ ആധിപത്യങ്ങൾ ദുർബലമായി. അപ്പോൾ ആ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും ധ്യാനം കൂടാനുള്ള തോന്നലുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈശാചിക പീഡയുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ദൈവിക കാര്യങ്ങളോടും പള്ളിയോടും കുർബാനയോടും കുംഭസാരത്തോടും വചനത്തോടും ധ്യാനത്തോടും താല്പര്യം ഉണ്ടാവുകയില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കുടുംബം പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ ആദ്യം സംഭവിച്ചത് ആ കുടുംബത്തിലെ കാർന്നോർക്കും കാർന്നോത്തിക്കും ധ്യാനം കൂടാൻ വേണ്ടിയുള്ള തുറവിയുണ്ടായി, ആഗ്രഹമുണ്ടായി, ആത്മീയ ആഗ്രഹങ്ങൾ ജനിച്ചു. പൈശാചിക പീഡയുണ്ടെങ്കിൽ ആത്മീയ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഊഷരഭൂമി പോലെ കടക്കുന്ന ഹൃദയമായിരിക്കും പൈശാചിക പീഡയുള്ളവരുടെ ഹൃദയം. മരുഭൂമി പോലെ, വിത്ത് കിട്ടിയാൽ മുളപ്പിക്കാൻ കഴിവില്ലാത്ത ഊഷരഭൂമി, തരിശുഭൂമി പോലെയായിരിക്കും ദൈവവചന സംബന്ധമായ കാര്യങ്ങളിൽ പൈശാചിക പീഡയുള്ളവരുടെ ഹൃദയം. എന്നാൽ പൈശാചിക പീഡ വിട്ടുപോയപ്പോൾ അപ്പനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടായി, വചനം കേൾക്കണം, ധ്യാനം കൂടണം, പ്രാർത്ഥിക്കണം, വ്യത്യാസം വേണം, എന്റെ കുടുംബം ഇങ്ങനെ പോയാൽ പോരാ. ഇങ്ങനെയുള്ള ആത്മീയ ആഗ്രഹങ്ങൾ അവരുടെ കുടുംബത്തിൽ ജനിച്ചു. അങ്ങനെ അപ്പനും അമ്മയും ധ്യാനം കൂടിയപ്പോൾ ആ കുടുംബത്തിന്റെ മേലുള്ള പൈശാചിക പീഡകളെ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീട്ടിൽ 35 വയസ്സായി ധ്യാനം കൂടാതെ, പ്രാർത്ഥിക്കാതെ, വിവാഹം നടക്കാതെ നിന്നിരുന്ന മകന് ധ്യാനം കൂടണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ആ വ്യക്തി വന്ന് ധ്യാനം കൂടി. അങ്ങനെ കുടുംബത്തിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി. പൈശാചിക പീഡകൾ ഒഴിഞ്ഞുപോയി. അപ്പോൾ ആ കുടുംബത്തിൽ സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് ഈ കത്തിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ആദ്യം 35 വയസ്സുള്ള ആങ്ങളയുടെ കല്യാണം മനോഹരമായി നടന്ന്, 35 വയസ്സായിട്ടും പല വർഷങ്ങളായി കല്യാണം ആലോചിച്ചത് നടക്കാതെ ഇരുന്നിരുന്ന കല്യാണം മനോഹരമായി, വളരെ പെട്ടെന്ന് മനോഹരമായി നടന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ കല്യാണവും മനോഹരമായി നടന്നു. ആ കുടുംബം ഇന്ന് സന്തോഷത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ പൈശാചിക പീഡയുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് ആ കുടുംബം അന്യമായി വേർപെട്ട് ആത്മീയ കാര്യങ്ങളുടെ വാതിൽ അടയ്ക്കപ്പെട്ടതുപോലെ ദൈവിക കാര്യങ്ങളോട് വിരോധവും അകൽച്ചയും നീരസവും പുലർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും ആ കുടുംബത്തിലുള്ള പുരുഷന്മാർക്ക് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന്റെ മേലുള്ള തിന്മയുടെ ശക്തികളെ ശാസിച്ചപ്പോൾ ആ കുടുംബത്തിന് ആദ്യം ലഭിച്ചത് ആത്മീയ കാര്യങ്ങളോടുള്ള താല്പര്യമാണ്. രണ്ടാമത് ആ കുടുംബത്തിന് തടസ്സങ്ങൾ വിട്ടുപോകുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പൈശാചിക പീഡ ഉണ്ടാകുന്നത്? ഒരു കുടുംബത്തിൽ പൈശാചിക പീഡ ഉണ്ടാകുന്നത് ഒന്നോ അതിലധികമോ കുടുംബാംഗങ്ങൾ തുടരെ ക്രൂരത പ്രവർത്തിക്കുമ്പോൾ, തുടരെ അക്രമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, വലിയ ദോഷപ്രവർത്തികൾ, കൊടും ചെയ്തികൾ ചെയ്യുമ്പോൾ ആ കുടുംബത്തിന്റെ മേൽ ആ പ്രവൃത്തിയുടെ ആത്മാവ് ആധിപത്യം പുലർത്തും. ഹല്ലേലൂയ. രക്തച്ചൊരിച്ചിൽ, കൊലപാതകം, പലതരത്തിലുള്ള വഞ്ചനകൾ, ദ്രോഹങ്ങൾ, ഇങ്ങനെ ദ്രോഹത്തിന്റെയും ക്രൂരതയുടെയും ചരിത്രമുള്ള, ദ്രോഹവും വഞ്ചനയും ചെയ്യുന്ന കുടുംബമാണോ ആ കുടുംബത്തിൽ അതിൻ്റെതായ ആത്മാവ് വസിക്കുന്നുണ്ട്. ആ വംശത്തിൽ അതിൻ്റെതായ ആത്മാവ് വസിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. അച്ഛന് പരിചയമുള്ളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പ്രത്യേകത 3 തലമുറകളായി ആ കുടുംബത്തിലെ മൂത്ത മക്കള് ഗതി പിടിക്കണില്ല. എത്ര പണം പാരമ്പര്യമായി കിട്ടിയാലും, എത്ര പണം അധ്വാനിച്ചുണ്ടാക്കിയാലും അതെല്ലാം നാശമായി. 5 പൈസ നീക്കുവാക്കിയില്ലാതെ ഈ ഭൂമിക്ക് മുകളിൽ അലഞ്ഞു തിരിയുന്ന കുടുംബമായിട്ടാണ് ആ 3 തലമുറകളിലും ആ കുടുംബത്തിലെ മൂത്ത മക്കളുടെ സ്ഥിതി അച്ഛന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ആ കുടുംബത്തെ വെച്ച് പഠിച്ചു. അപ്പോൾ അച്ഛന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമുണ്ട്. 3 തലമുറകൾക്ക് അപ്പുറത്ത് ഇവരുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. ആ വല്യപ്പന്റെ പ്രത്യേകത അരിശക്കാരനും കോപിഷ്ഠനും ക്ഷിപ്രകോപിയുമായിരുന്നു. ആ വല്യപ്പന്റെ പ്രത്യേകത, അരിശം വന്നാൽ തോക്കെടുത്ത് ശത്രുവിനെ വെടിവെച്ച് വീഴ്ത്തുന്നതിന് പോലും മടിയില്ലാത്ത ക്രൂര മനസ്സുള്ള, കരിമ്പാറ പോലെ മനസ്സുള്ള ഒരു വ്യക്തി. ആ വ്യക്തി ഒരു ദിവസം ഒരു പ്രവൃത്തി ചെയ്ത് ആ വ്യക്തിയോട് എതിരിടാൻ വന്ന മറ്റൊരു വ്യക്തിയെ ആക്രോശിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന്റെ നെറുകയിൽ നിന്ന് മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് ആ മുടിയോട് ചേർന്ന് മാംസ കഷ്ണങ്ങളും ആ നെറുകയിൽ നിന്ന് പറിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു പാളയെടുത്ത് പാളയ്ക്കകത്ത് ഈ മുടിയും ഈ മാംസ കഷ്ണങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കി നിയമ നടപടികൾ അങ്ങനെ നടന്നു. ഞാൻ മനസ്സിലാക്കണം എങ്ങനെയാണ്, അന്ന് തൊട്ട് ആ കുടുംബത്തിന്റെ മേൽ അശുദ്ധാത്മാവിന്റെ പീഡ അതികഠിനമായി. ആ കുടുംബത്തിന്റെ തലമുറ ഈ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ കുടുംബത്തിന്റെ മേൽ ക്രൂരതയുടെ ആത്മാവ്, ദുഷ്ടതയുടെ ആത്മാവ്, നശീകരണത്തിന്റെ ആത്മാവ്, അക്രമത്തിന്റെ ആത്മാവ് വംശത്തിൽ കുടികൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വംശത്തിൽ പിറന്ന പിൻ തലമുറകളെ ശ്രദ്ധിച്ചു നോക്കി. പിൻ തലമുറകളെല്ലാം 1 or 2 വ്യക്തികൾ അന്യായമായ കോപത്തിന്റെയും അതികഠിനമായ നശീകരണ ചിന്തയുടെയും വിനാശത്തിന്റെയും സന്തതികളായി 1 or 2 മക്കള് തുടർന്ന് എല്ലാ തലമുറകളിലും ആ വംശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വംശങ്ങളിലും ആ തിന്മയുടെ അശുദ്ധാത്മാവ് പീഡിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. ആ കുടുംബത്തിൽ നിന്ന് ആ അശുദ്ധാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ചപ്പോൾ, ശാസിച്ച് ബഹിഷ്കരിച്ചപ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും ദൈവിക കാര്യങ്ങൾ ഉയർച്ച പ്രാപിക്കാനും ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താനും കുടുംബജീവിതം നയിക്കാനുമല്ല നല്ല ആഗ്രഹം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പൈശാചിക പീഡ വിട്ടുപോകുമ്പോൾ ആ വ്യക്തിയുടെ മേൽ സുബോധം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തിൽ നിന്ന് മദ്യപാനത്തിന്റെ ആധിപത്യം നീങ്ങിപ്പോയി. ആ കുടുംബത്തിൽ നിന്ന് ക്രൂരതയുടെ ആധിപത്യം, അരിശത്തിന്റെയും കോപത്തിന്റെയും കൊലപാതക ചിന്തയുടെയും ആധിപത്യങ്ങൾ വിട്ടുപോയി. ആ കുടുംബത്തിൽ നിന്ന് നിരീശ്വര ചിന്തകളും ദൈവനിഷേധങ്ങളും വിട്ടുപോയി. പൈശാചിക പീഡകൾ ആ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ. നിരീശ്വര ചിന്ത, ദൈവനിഷേധം, ക്രൂര സ്വഭാവം, കൊലപാതക ആഗ്രഹം, കൊലപാതക ഭാവന, പ്രതികാര പ്രകൃതം, ഇതെല്ലാം പൈശാചിക പീഡയുടെ മേഖലകൾ അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ പീഡയുള്ള ഒരു കുടുംബമാണെങ്കിൽ, ഇങ്ങനത്തെ പീഡയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പീഡകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഈ പീഡയെ സഹിച്ച് സഹിച്ച് നശിക്കണം എന്നുള്ളതല്ല എന്നെ നിങ്ങളെയും കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ. ഒരു യേശുക്രിസ്തു ഒരു പ്രദേശത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരി, കൂനി പിടിച്ചൊരു സഹോദരി ദൈവവചനം ശ്രവിക്കാൻ കഴിയാതെ വിഷമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തു ആ കൂനി പിടിച്ച സഹോദരിയെ വിളിച്ച് ആ കൂനിയായ സഹോദരിയിൽ നിന്ന് അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ചു. ആ സഹോദരിയെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ 10 മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. കഴിഞ്ഞ 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. 18 വർഷമായി ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീയെ യേശുക്രിസ്തു വിളിച്ച്, യേശുക്രിസ്തു ആ സ്ത്രീയിൽ നിന്ന് പൈശാചിക പീഡയെ ആട്ടിപ്പായിച്ച്, അതിനുശേഷം ആ സംഭവത്തെക്കുറിച്ച് യേശുക്രിസ്തു ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്? കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ ഞാൻ സ്വതന്ത്രമാക്കേണ്ടതില്ലെന്നോ? 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ മകൾ എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. ഹല്ലേലൂയ. ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായ സ്ത്രീ എന്നല്ല യേശുക്രിസ്തു അതിനെ കുറിച്ച് പറയണത്. സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന സ്ത്രീ. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, അശുദ്ധാത്മ പീഡയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തികളിലും കുടുംബങ്ങളിലും അശുദ്ധാത്മാവ് വസിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 43 മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു ഒരു സംഭവം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ അത് കണ്ടെത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഈ അശുദ്ധാത്മാവ് മനുഷ്യനിൽ വസിക്കും, മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കും, മനുഷ്യന്റെ കുടുംബത്തിൽ വസിക്കും. ഹല്ലേലൂയ. ഈ അശുദ്ധാത്മാവ് മനുഷ്യനിൽ വസിക്കും, മനുഷ്യന്റെ കുടുംബത്തിൽ വസിക്കും. മനുഷ്യനിൽ നിന്ന് അത് വിട്ടുപോകുമ്പോൾ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അതിന്റെ അർത്ഥം ആദ്യം അത് ആ മനുഷ്യനിൽ വസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത് വസിക്കും, മനുഷ്യനിൽ വസിക്കും, കുടുംബത്തിൽ വസിക്കും. ഒരു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വസിച്ചാൽ, ഒരു കുടുംബത്തിൽ വസിച്ചാൽ എന്താണ് അതിന്റെ പ്രത്യേകത? എപ്പോഴും സമാധാനവും എപ്പോഴും സന്തോഷവും അവിടെ കളിയാടി നിൽക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അശുദ്ധാത്മ പീഡയുണ്ടാകും. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലായ്മ, ദൈവിക കാര്യങ്ങളോട് മടുപ്പ്, പരദൂഷണം, ദുഷ്ടത, അശുദ്ധ, എല്ലാ തരത്തിലുള്ള പൈശാചിക സ്വഭാവങ്ങളും ആ ഭവനത്തിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് രംഗപ്രവേശം ചെയ്യുമാറ് അശുദ്ധാത്മാവ് ആ കുടുംബത്തെ പീഡിപ്പിക്കും, അശുദ്ധാത്മാവ് വ്യക്തിയെ പീഡിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രദേശത്ത്
ആ മണ്ണിൽ, ആ കാലാവസ്ഥയിൽ, ആ കോമ്പൗണ്ടിൽ അശുദ്ധാത്മ പീഡയുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചൊരു ബാലിക പല ദിവസങ്ങളായി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. പൗലോസ് അപ്പോസ്തലൻ തിരിഞ്ഞ് ആ ബാലികയിലേക്ക് നോക്കി ആ ബാലികയുള്ള അശുദ്ധാത്മാവിന് കൽപ്പിച്ചു, അശുദ്ധാത്മാവെ വിട്ടിറങ്ങി പോകുക. ഉടനെ അശുദ്ധാത്മാവ് ആ ബാലികയെ വിട്ട് പുറത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്കും യേശുക്രിസ്തുവിന്റെ സഭയ്ക്കും യേശുക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പാപകരമായ മാർഗങ്ങൾക്ക് അനുദപിച്ച് ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് പാപം ഉപേക്ഷിച്ച് അശുദ്ധാത്മാവിനെയും ദുഷ്ടാത്മാവിനെയും ഉപേക്ഷിച്ച് ഇപ്പോൾ യേശുവിന്റെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ വിടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണിത്. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊള്ളുക, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഓരോ വംശത്തിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്ന് ഓരോ പ്രത്യേക അന്തരീക്ഷങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് ദുഷ്ടാത്മ പീഡകളെ, പൈശാചിക ശക്തികളെ, അന്ധകാര സേനകളെ, നാരകീയ ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പാരമ്പര്യമായി അശുദ്ധാത്മ പീഡയുള്ള, പാരമ്പര്യമായി പൈശാചിക പീഡയുള്ള ഓരോ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പാരമ്പര്യമായ എല്ലാ പൈശാചിക പീഡകളും ഇപ്പോൾ കുരിശടയാളത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. Praise the Lord. Hallelujah. പൂജ്യ പുഞ്ചിരി തൂകുമാ സൂര്യകാന്തി സമാനമുഖം കാണുവിൻ ജനമേ മുദാ സാദരം തലകുമ്പിടു രാജരാജനേശുവിൻ പുണ്യനാമം വാഴ്ത്തുവാൻ സന്നിധേ വരുവിൻ മുദാ സ്തോത്രഗീതം പാടുവാൻ. സകല തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരമുള്ളവനായ യേശു ക്രിസ്തു സകല നാരകീയ സേനകളെയും തന്റെ വചനത്താൽ നിഷ്പ്രഭമാക്കുന്നവനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ. തലമുറകളായി കുടുംബങ്ങളിലുള്ള വംശങ്ങളിലുള്ള അശുദ്ധാത്മ പീഡകൾ യേശുവിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്തതിനു ശേഷം മടങ്ങി വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഈ നിമിഷങ്ങളിൽ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകട്ടെ. ഒത്തിരി കാലങ്ങളായി ദൈവമക്കളുടെ സ്വഭാവത്തെ വികൃതമാക്കുന്ന എല്ലാ അശുദ്ധാരിവുകളെ ഇപ്പോൾ ശാസിക്കുകയാണ്.
ഒത്തിരി കാലങ്ങളായി സാമ്പത്തിക മേഖലയിൽ എന്തു ചെയ്താലും എല്ലാം പരാജയത്തിലേക്ക് നയിക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളെ ഇപ്പോൾ ശാസിക്കുകയാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചു, കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും അത്രേ. പിശാച് വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും അത്രേ. ശരീരത്തിൽ രോഗകരമായ സ്വാധീനം ഉണ്ടാക്കുന്ന അരൂപികളെ ശാസിക്കുന്നു. രോഗാണുക്കൾ വഴി അല്ലാതെയും ചിലരുടെ ശരീരങ്ങളിൽ രോഗത്തിന്റെ അനുഭവം അവർക്ക് അനുഭവപ്പെടാം. അങ്ങനെ രോഗാണുക്കൾ വഴി അല്ലാതെ പൈശാചിക പീഡകൾ വഴിയുള്ള രോഗങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള കുടുംബ കലഹങ്ങൾ, കുടുംബ സമാധാനം ഇല്ലായ്മ, അവിശ്വാസം, ദൈവത്തോട് അടുപ്പമില്ലായ്മ, ഇങ്ങനെ പ്രത്യേകമായ പൈശാചിക പീഡകളുള്ള ഓരോ കുടുംബങ്ങളിൽ നിന്ന് അശുദ്ധാത്മ സ്വാധീനങ്ങളെ ആട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇതാ യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കുവിൻ. ഈ നിമിഷങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം തന്റെ ദാനങ്ങൾ, ദൈവം തന്റെ അനുഗ്രഹം ദാനമായി വർഷിക്കുന്നു. പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് കർത്താവ് ദാനമായി നൽകുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോൾ സ്വർഗത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഒത്തിരി കാലങ്ങളായി കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളുടെ പരാജയം ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളുടെ മക്കളെ തമ്മിൽ തല്ലിക്കുന്ന, കലഹം ഉണ്ടാക്കുന്ന, പ്രാർത്ഥന തകർത്തു കളയുന്ന, ആത്മീയ ഉണർവ് തകർത്തു കളയുന്ന, ആത്മീയ വളർച്ച മുരടിപ്പിച്ചു കളയുന്ന, സാമ്പത്തിക ഉയർച്ച തടസ്സപ്പെടുത്തുന്ന എല്ലാ നാരകീയ സേനകളെയും, എല്ലാ പൈശാചിക ശക്തികളെയും, എല്ലാ ദുഷ്ടാത്മഭൂതങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോവുക ദുഷ്ടാത്മാവെ. കുടുംബങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും വിട്ടുപോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ നിന്ന് ഇപ്പോൾ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിലെ അന്ധകാര കോട്ടകൾ ഇപ്പോൾ തകർന്ന് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. എന്റെ പേര് നെൽസൺ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പനി വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇവനെ രാവിലെ തൊട്ട് തുമ്മലാന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ വന്നത് പനിയുടെ ഒന്നുമല്ല, അലർജി വന്നാന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് എനിക്ക് ഇവിടെ വരുന്ന വരെ അലർജി ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് അപ്പം തുമ്മും. ഒരു 6 മണിക്ക് മുമ്പ്, 6 മണിക്ക് തൊട്ട് എണീറ്റാൽ അപ്പം എനിക്ക് തുമ്മും. ഒരു 8 മണിയാതെ എനിക്ക് എണീക്കാൻ പറ്റത്തില്ല. എണീറ്റാൽ ഞാൻ തുമ്മാൻ തുടങ്ങും. അങ്ങനെ ഒരു തുമ്മൽ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് നിർത്തുകയില്ല. മൂക്കി നൂലിപ്പായി, പിന്നെ ടവലില്ലാതെ നടക്കാനും പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ചയായി. ഞാൻ ഇവിടുന്ന് ആപ്പാടെ 3ഓ 4ഓ പ്രാവശ്യം തുമ്മിയിട്ടുള്ളൂ. അത് ദൈവം തന്നൊരു സൗഖ്യമായി ഞാൻ കണക്കാക്കുന്നു. ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. കൈയടിച്ച് സ്വയമകത്തപ്പെടുക, ഉണർവോടെ, ജീവനോടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.